ക്യാൻസർ വാക്സിൻ മരുന്ന് പരീക്ഷണവുമായി റഷ്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ മുന്നോട്ടു പോവുകയാണ്. ഇന്ത്യയുടെ ക്യാൻസർ വാക്സിൻ പരീക്ഷണവും അന്തിമ ഘട്ടത്തിലാണ്. അതിനിടെ ക്യാൻസറിന്റെ തിരിച്ചുവരവ് തടയുന്ന മരുന്ന് വികസിപ്പിച്ചെടുത്തതായി അവകാശപ്പെട്ട് രാജ്യത്തെ പ്രമുഖ ക്യാൻസർ ഗവേഷക ചികിത്സാ കേന്ദ്രമായ ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് രംഗത്ത് വന്നു. നിലവിലെ സാഹചര്യത്തിൽ ക്യാൻസർ ചികിത്സയ്ക്കായി ലക്ഷങ്ങളും കോടികളും ചെലവ് വരുമ്പോൾ വെറും 100 രൂപയ്ക്ക് ഈ ഗുളിക ലഭ്യമാക്കാനാകുമെന്ന് ടാറ്റ മെമ്മോറിയൽ ആശുപത്രിയിലെ സീനിയർ ക്യാൻസർ സർജൻ ഡോക്ടർ രാജേന്ദ്ര ബദ്വെ പറയുകയുണ്ടായി. ക്യാൻസർ ചികിത്സാ രംഗത്ത് വലിയൊരു മുന്നേറ്റമാണ് ഇതിലൂടെ നേടിയെടുക്കുന്നതെന്നാണ് ഗവേഷകർ അവകാശപ്പെടുന്നത്. ഡോക്ടർ രാജേന്ദ്ര ബദ്വെ ആണ് ഗവേഷക സംഘത്തിന് നേതൃത്വം നൽകിയത്. 10 വർഷത്തെ ഗവേഷണത്തിനൊടുവിലാണ് ക്യാൻസർ തിരിച്ചുവരവിനെ പ്രതിരോധിക്കാനുള്ള ഗുളിക കണ്ടെത്തിയതെന്നും ഇവ റേഡിയേഷൻ, കീമോതെറാപ്പി പോലുള്ള ചികിത്സാ രീതികളുടെ പാർശ്വഫലങ്ങളെ 50% വരെ കുറയ്ക്കുമെന്നും ഗവേഷകരും ഡോക്ടർമാരും പറയുന്നു. ഗവേഷണത്തിനായി മനുഷ്യരിലെ അർബുദ കോശങ്ങൾ എലികളിൽ കുത്തിവെക്കുകയും ഇതിലൂടെ എലികളിൽ ട്യൂമർ വളർത്തുകയും ചെയ്തു. ശേഷം ഈ എലികളെ റേഡിയേഷൻ തെറാപ്പിക്കും കീമോതെറാപ്പിക്കും ശസ്ത്രക്രിയയ്ക്കും വിധേയമാക്കി. ക്യാൻസർ കോശങ്ങൾ നശിക്കുമ്പോൾ അവ ക്രൊമാറ്റിൻ കണികകൾ എന്നറിയപ്പെടുന്ന ചെറിയ കണികകളായി വിഘടിക്കുന്നതായും ഇവ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് എത്തുന്നതായും കണ്ടെത്തി. ഇവ ആരോഗ്യമുള്ള കോശങ്ങളിൽ എത്തിച്ചേർന്ന് അവയെ ക്യാൻസർ ആക്കുമെന്ന് ഗവേഷണത്തിൽ ബോധ്യമായതായി ഡോക്ടർ രാജേന്ദ്ര ബദ്വെ ദേശീയ മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിൽ വ്യക്തമാക്കി. ഈ പ്രശ്നത്തിന് പരിഹാരം കാണുന്നതിനായി ഡോക്ടർമാർ റെസവറേട്രോൾ, കോപ്പർ എന്നിവയ്ക്കൊപ്പം പ്രോ ഓക്സിഡന്റ് ടാബ്ലറ്റുകൾ വികസിപ്പിച്ച് എലികൾക്ക് നൽകി. വായിലൂടെ ഈ ടാബ്ലറ്റുകൾ കഴിച്ചാൽ വയറ്റിൽ ഓക്സിജൻ റാഡിക്കൽസ് ഉണ്ടാവുകയും ഉടൻ തന്നെ രക്തത്തിൽ പ്രവേശിക്കുകയും ചെയ്യും. ഓക്സിജൻ റാഡിക്കലുകൾ ക്രൊമാറ്റിൻ പാർട്ടിക്കിൾസിനെ നശിപ്പിച്ച് അർബുദ കോശങ്ങൾ ശരീരത്തിന്റെ മറ്റു ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുന്നത് തടയും. ക്യാൻസർ ചികിത്സാ രീതിയിലൂടെ ഉണ്ടാവുന്ന പാർശ്വഫലങ്ങളെ ഈ ഗുളിക 50% വരെ കുറയ്ക്കുമെന്നും രോഗം രണ്ടാമെന്ന് വരുന്നതിനെ 30% വരെ പ്രതിരോധിക്കുമെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. കൂടാതെ പാൻക്രിയാസ്, ശ്വാസകോശം, വായ തുടങ്ങിയവയെ ബാധിക്കുന്ന ക്യാൻസറുകൾക്ക് ഈ മരുന്ന് ഫലപ്രദമാണെന്നും ഗവേഷകർ അവകാശപ്പെടുന്നു. ഗുളിക ഭക്ഷ്യസുരക്ഷാ നിലവാര അതോറിറ്റിയുടെ അനുമതിക്ക് വേണ്ടി കാത്തിരിക്കുകയാണെന്നും അനുമതി ലഭിക്കുന്നതോടെ ജൂൺ-ജൂലൈ മുതൽ വിപണിയിലെത്തുമെന്നും ടാറ്റ അവകാശപ്പെടുന്നു. മനുഷ്യരിലും എലികളിലും മരുന്നിന്റെ പാർശ്വഫലങ്ങൾ പരീക്ഷിക്കപ്പെട്ടിട്ടുണ്ട്. എന്നാൽ രോഗപ്രതിരോധ പരിശോധന എലികളിൽ മാത്രമാണ് നടത്തിയതെന്ന് വ്യക്തമാക്കിയ ഡോക്ടർ രാജേന്ദ്ര ബദ്വെ മനുഷ്യരിലെ പരീക്ഷണത്തിന് 5 വർഷം വരെ എടുത്തേക്കാമെന്നും പറയുന്നുണ്ട്.